ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി എതിർത്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ കൃത്യമായി ഒരു സമ്മേളനം, ഉച്ചകോടി ദോഹയിൽ വെച്ച് നടത്തുകയാണ്. അതായത് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രയേലിനെതിരെ തിരിയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ മൊസാദിനെ തള്ളി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വലിയ ശക്തിയൊന്നുമില്ല, നിങ്ങൾക്ക് വിചാരിക്കുന്ന അത്ര രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞുകൊണ്ട് സ്വന്തം സമനില തന്നെ തെറ്റിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ. അതായത് IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെയും മൊസാദിനെയും കരിവാരി തേക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയും അതിർത്തിയിലും അതുപോലെ തന്നെ നിലവിൽ ഇറാനുമായുള്ള യുദ്ധ സാഹചര്യം മുൾമുനയിൽ നിർത്തുക എന്നത് മാത്രമാണ് തൽക്കാലം അദ്ദേഹത്തിനെതിരെയുള്ള വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു കാണുന്ന ഏക വഴി. അഴിമതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ സുപ്രീം കോടതി ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത്, ഇറാൻ മുൻകാലങ്ങളിൽ അറബ് രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രയാസപ്പെട്ടിരുന്നു എങ്കിൽ ഇപ്പോഴിതാ ഈ സാഹചര്യം കൃത്യമായി ഇറാൻ അനുകൂലമാകുന്നു. ഇറാനോടൊപ്പം പ്രോക്സി ഫോഴ്സുകൾക്കൊപ്പം അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് മാത്രമല്ല, റഷ്യയും ചൈനയും എല്ലാം ചേരുന്ന ഒരു വലിയ കൊളീജിയം, അതിൽ ഇന്ത്യ കൂടി, നമ്മുടെ രാജ്യം കൂടി കൃത്യമായി ഈ പറയുന്ന ഇസ്രയേലിൻ്റെ നെറികേടുകൾക്കെതിരായി പ്രതിരോധിക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഇസ്രയേലിന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കറിയാം, UN, ഐക്യരാഷ്ട്രസഭ ഇതിനോടകം തന്നെ ഫലസ്തീൻ്റെ സ്വതന്ത്ര രാജ്യ പദവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് കരട് പ്രമേയം അവതരിപ്പിച്ച് അത് പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഇസ്രയേൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം ഇസ്രയേലിന് അറിയാം, അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്തും ഫലസ്തീന് മോചനം നൽകരുത് എന്നതിനു വേണ്ടിയായിരുന്നു. എന്നാൽ നിരവധി രാജ്യങ്ങൾ ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിക്ക് വേണ്ടി അനുകൂലമായി വാദിച്ചപ്പോൾ കേവലം 10-ൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ് അതിനെ പ്രതികൂലിച്ചത്. ഇതിൽ നിന്നും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ഇസ്രയേലിൻ്റെ കൃത്യമായ പതനം, പരിപൂർണമായ പതനം അടുത്തിരിക്കുകയാണ്. നെതന്യാഹു എന്ന യുദ്ധവെറിയൻ കൃത്യമായി ഇസ്രയേലിനെ തകർത്തടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇനി ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ ഇസ്രയേൽ എന്ന ജൂതരാജ്യം വെണ്ണീറാകുന്ന കാഴ്ചകളിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഖത്തർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. എല്ലാ കണ്ണുകളും ദോഹയിലേക്ക് എത്തുകയാണ്. കാരണം കൃത്യമായി ഖത്തർ പറഞ്ഞിരിക്കുന്നു, അറബ് രാജ്യങ്ങളുടെ സമ്മേളനം ആവശ്യമാണ്. കാരണം ഇസ്രയേലിൻ്റെ ഈ രീതിയിലുള്ള ചെയ്തിയെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ഇറാന്റെ പ്രോക്സി ഫോഴ്സുകൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ സഹായം ഒരുക്കിക്കൊള്ളാം. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഒരു കാരണവശാലും ഇസ്രയേലിൻ്റെ ഈ തെമ്മാടിത്തരത്തെ അനുവദിച്ചുകൂടാ എന്ന് ഉറച്ച സ്വരത്തിൽ പറയുകയാണ്.